നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ലീഗ് ചക്ക പഴുത്തിട്ടോ. അപ്പം നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ 2-3 ചോദ്യങ്ങളാണ് വന്നത്. ഒന്ന്, ഇതിൻ്റെ ഉള്ളിൽ റെഡാണോ, പിന്നെ ഇത് മുറിക്കുമ്പോൾ റെഡ് ആണെങ്കിൽ ഇത് സൂപ്പർ എയർലി അല്ല കേട്ടോ. കാരണം സൂപ്പർ എയർലി ഒരിക്കലും റെഡല്ല. പിന്നെ ഇതിന് കറ ഉണ്ടാവും, കറ നന്നായിട്ടുണ്ടാവും. കറയില്ലാത്ത ചക്ക ഇതല്ല. കറയില്ലാത്ത ചക്ക എന്ന് പറയുന്നത് ഗ്ലൂമോസ് ചക്ക എന്ന് പറയുന്ന ചക്കക്ക് മാത്രമേ കറയില്ലാത്തുള്ളൂ. പിന്നെ ഉള്ളിൽ റെഡ് ആയിട്ടുള്ള ചക്കകൾ 2-3 ചക്കകളാണുള്ളത്. പിന്നെ കാര്യമായിട്ട് ഒന്ന് റെഡ് ജാക്ക്, സിന്ദൂര്, ഡാർക്ക് നൈറ്റ്, ഇങ്ങനെയുള്ള ചക്കളൊക്കെയാണ് ഉള്ളിൽ റെഡ് ആയിട്ടുള്ളത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചക്കകൾ. പിന്നെ നമ്മൾ സൂപ്പർ എർലി ഇതിനെക്കുറിച്ച് പറയാമെന്നല്ലാതെ ഇത് അത്ര സൂപ്പർ ഒന്നല്ല കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഈ വിയറ്റ്നാം സൂപ്പർ എർലി അത്ര സൂപ്പർ ചക്കയൊന്നുമല്ല. ഇത് 1-2 കാര്യത്തിൽ മാത്രമാണ് ഇത് സൂപ്പർ. എന്താണെന്ന് വെച്ചാൽ നട്ട് കഴിഞ്ഞാൽ 1-1.5 വർഷത്തിനുള്ളിൽ കായ്ക്കും എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ഓൾ സീസൺ എല്ലാ ടൈമിലും ചക്ക ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ്. അതിനനുസരിച്ച് ദോഷങ്ങളും അതിനുണ്ട്. ഒന്നാമത് മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ചക്ക വെള്ളം ഇറങ്ങി കേടുവരും. പിന്നെ പിലാവ് പെട്ടെന്ന് നശിച്ചു, ഇങ്ങനെയൊക്കെ ദോഷങ്ങളൊക്കെ ഉണ്ട്. ഗുണങ്ങളെന്താ വെച്ചാൽ നമുക്ക് ഡ്രമ്മിൽ അതുപോലെ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ നടാൻ പറ്റുന്നതാണ്. നമ്മൾ വീടുകളിൽ നടാൻ പറ്റിയ ഏറ്റവും നല്ല ചക്ക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സിന്ദൂറാണ് കേട്ടോ. നല്ല ഉള്ളിൽ നല്ല റെഡ് കളറ്, നല്ല കട്ട മധുരമായിട്ടുള്ള ചക്കയാണ് അത്. പിന്നെ ഒന്ന് തായ്ലൻഡ്, മലേഷ്യയിലൊക്കെ വികസിപ്പിച്ചിട്ടുള്ള പിന്നെ എന്താണ് റെഡ് ജാക്ക്, പിന്നെ തായ്ലൻഡിൻ്റെ തന്നെ പിന്നെ ഡാർക്ക് നൈറ്റ്, ഇതൊക്കെയാണ് ചക്ക. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കായ്ക്കണമെങ്കിൽ 3 വർഷം 4 വർഷം എടുക്കും. ഏറ്റവും മിനിമം 3 വർഷമെങ്കിലും എടുക്കും. വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ചക്ക എന്ന് പറയുന്നത് ഒന്ന് പിന്നെ J33 ആണ്. നമ്മളവിടെ സാധാരണ തോട്ടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ചക്ക എന്ന് പറയുന്നത്. അതാണെങ്കിലും ഒരു 2.5-3 വർഷമൊക്കെ എടുക്കും കേട്ടോ. J33 ആണ്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ കൂടുതൽ ദിവസം കേടാകാതിരിക്കാൻ നല്ല കട്ടിയുള്ള ചുള, പിന്നെ വിദേശത്തേക്കൊക്കെ അയക്കാൻ പറ്റിയ ചക്ക എന്ന് പറയുന്നത് അത് തന്നെയാണ് J33. അപ്പം നോക്കിയാൽ നമ്മൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ വെച്ച് മുറിക്കാൻ പോവാണ്. ഇത് കണ്ടോ, പഴുത്ത് കഴിഞ്ഞ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറായിട്ടുണ്ടാവും. പിന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം നമ്മളിത് മുറിക്കുകയാണ്. ഓക്കെ, നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല ആവറേജ് മധുരമാണ്. കണ്ടോ, ഇതാണ് കളറ്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.